ഐക്യ ജനതാദളിന് ബോധോദയം വന്നുവെന്ന് കൃത്യമായും പറയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മണിപ്പൂർ നിയമസഭയിൽ BJPക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അതിന്റെ തുടക്കം കുറിച്ചെങ്കിലും ബീഹാറിലും കേന്ദ്രത്തിലും ഏതായിരിക്കും നടപടിക്രമം എന്നുള്ളത് ഇതുവരെയും ഐക്യ ജനതാദൾ അറിയിച്ചിട്ടില്ല. കോൺഗ്രസ് പക്ഷത്തേക്ക് ചാരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഐക്യ ജനതാദളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇപ്പോൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ്. 37-ൽ 17-ൽ കൂടുതൽ MLA-മാർ BJP വിടാൻ ധാരണയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നതിന്റെ സെമി ഫൈനലാണ് എന്ന് തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതൊരു പക്ഷേ 6 മാസം മുമ്പേ തന്നെ നടക്കുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതിന് കോപ്പുകൂട്ടുന്ന സാഹചര്യമുണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ടാണ് മണിപ്പൂരിൽ ഈ സഖ്യം തകർന്നപ്പോൾ BJP ഒരക്ഷരം മിണ്ടാത്തത്. മാത്രമല്ല, ലാലു പ്രസാദ് യാദവിന്റെ ഇപ്പോഴും വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു എന്ന ഓഫർ അത് അക്ഷരം പ്രതി അംഗീകരിക്കുന്ന തരത്തിലേക്ക് നിതീഷ് ചുവടുമാറ്റാൻ പോകുന്നു. ഇത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു മുന്നണി മാറ്റ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.